നമ്മളിപ്പോൾ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. അതിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കണം. അത്യാവശ്യം നല്ല തണുപ്പും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടിപൊളി മഞ്ഞും പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വല്ലാത്തൊരു ഡേ തന്നെയായിരുന്നു. ഇതിപ്പോൾ നമ്മളൊരു വൈകിട്ട് ഒരു 6:30 ആയപ്പോഴാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കണ്ടില്ലേ, ആകെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കണേണ്. പിന്നെ ഈ ചിലതൊക്കെ ഇങ്ങനെ ഉരുകി പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കണത് ന്യൂജേഴ്സി തന്നെ പീറ്റർസൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ 1-2 തവണയൊക്കെ വന്ന് ഫുഡ് വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ യമൻ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് പലസ്തീൻ ഫുഡൊക്കെ കഴിക്കാൻ വരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പിനും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, നോമ്പ് തുറ ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മൾ പീറ്റർസൺ എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ വന്നേക്കണ റെസ്റ്റോറൻ്റാണ് സാജ് എന്നാണ് പറയണത്. അതായത് പലസ്തീൻ റെസ്റ്റോറൻ്റാണിത്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ അതേ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബാക്കിലൊക്കെ നോക്കിക്കണ്ടേ, ഈ ഒരു നേരായത് കൊണ്ടാണോന്ന് അറിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേറെയും കുറേ സ്പേസ് ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഒരു ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഒരു സ്പെഷ്യൽ ടീ ആണ് കേട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ഷവർമയായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഉള്ളതിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഷവർമയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമ്മളിതേ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ മന്തിയല്ല കേട്ടോ, വേറെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ചിക്കനും അതുപോലെ റൈസും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതേ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസായിരുന്നു. ചിക്കൻ മാത്രമല്ല, ഇതിൽ മട്ടനും ഉണ്ടായിരുന്നു, കബാബും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്ററായിരുന്നു അത്. റൈസൊക്കെ ഏകദേശം രണ്ടിൻ്റെ ഒരേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതേ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ്സിൽ ഫുള്ള് ഇങ്ങനെ മസാല തേച്ച് വെച്ചേക്കണം. ഫുള്ള് ചിക്കനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിഷും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മട്ടനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്, കബാബും എല്ലാം കൂടി ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനൊക്കെ. അപ്പോൾ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. എന്തോരം ഫുഡ് ഐറ്റംസുകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലുള്ളത്. പിന്നെ മാത്രമല്ല പുറത്തിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെയൊന്നും ആരും ഇരിക്കാത്ത. തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ അതെ നമ്മളങ്ങനെ ഇനിയിപ്പോൾ നേരെ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവുകയാണ്. പലസ്തീൻ സാജ് എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏകദേശം രാത്രി 2 മണി വരെ ഉണ്ടെന്നാണ് കേട്ടോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഷവർമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഷവർമ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ നല്ല ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് അവർ മിക്സ് ചെയ്ത് തരും. അഥവാ ഒരു പാർസലാക്കി തരുകയാണെങ്കിൽ അത് 2 ആക്കിയാണ് കേട്ടോ തരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ പീറ്റർസണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. 2 സൈഡിലായിട്ട് ഇസ്താംബുൾ റെസ്റ്റോറൻറ്റ്, ടർക്കിഷ്, അഫ്ഗാനി, യമൻ, പലസ്തീൻ, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ അറേബ്യൻ ഫുഡുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ യമൻ റെസ്റ്റോറൻറ്റിൽ കഴിച്ച പോലെ തന്നെ കുഴിമന്തി, പിന്നെ അതുപോലെ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ്, ഷവർമ, ഇങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ ഈ റോഡ് സൈഡിൽ കണ്ടില്ലേ, 2 സൈഡിലും ഇങ്ങനെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കണത്. മിക്കതും ഇവരിങ്ങനെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്നേക്കണ ആളുകളൊക്കെയാണ് കേട്ടോ. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് തിരക്കാണ് ഈ ഒരു ഭാഗത്ത്. രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ. മിക്ക റെസ്റ്റോറൻറ്റുകളും വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഓപ്പൺ ചെയ്യുക. പിന്നെ ചിലതൊക്കെ ചിലപ്പോൾ നേരത്തെ തന്നെ അടക്കും. ഇപ്പോൾ നമ്മൾ പോയത് 2 മണി വരെ ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടണ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് യമൻ ഫുഡ് കഴിച്ചു, ഇന്നിപ്പോൾ പലസ്തീൻ ഫുഡ് കഴിച്ചു. അതിന് നോമ്പിന് നമ്മൾ പോയത് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ മിക്ക റെസ്റ്റോറൻറ്റുകളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷവർമയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതലും ഷവർമകൾ കിട്ടണ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് ഒരു പീറ്റർസണിലാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ഡിന്നർ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അമേരിക്കയിലെ പുതിയൊരു വീഡിയോയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.